ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എന്ന് വെച്ചാൽ ബഡ്ഡിങ് യൂട്യൂബേഴ്സിന് എങ്ങനെ റീച്ച് കൂട്ടാം, സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാണ്. നിങ്ങൾ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം, പെയ്ഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾക്കും ചെന്ന് ചേരരുത്. അതുപോലെ തന്നെ നിങ്ങളൊരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകരുത്. കാര്യം നമുക്ക് യൂട്യൂബിൽ എപ്പോഴാണ് റീച്ച് നമ്മളുടെ ചാനലിന് കിട്ടുകയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതാണ് മെയിൻ റീസൺ. അപ്പോൾ റീച്ച് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഏൺ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു സാധനത്തിന് ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം. നമ്മൾ ഏൺ ചെയ്യാൻ തുടങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ കയ്യിലിരിക്കുന്ന ബേസിക്കായിട്ട് പ്രൈമറി ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞാനൊരു ബഡ്ഡിങ് യൂട്യൂബർ അല്ലേ എന്ന് ചോദിച്ചാൽ അതെ. ഇപ്പോൾ എനിക്കുള്ളത് 38 സബ്സ്ക്രൈബേഴ്സാണ്. വേറെ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ രണ്ടാമതൊരു വിഭാഗം ചോദിക്കുമായിരിക്കും, അപ്പം നിങ്ങളുടെ ചാനൽ 6000 സംതിങ് കാണിക്കുന്നോ എന്ന് ചോദിച്ചാൽ സത്യമാണ്. അത് 2019 എന്നെ ഫോളോ ചെയ്ത് വന്ന ആൾക്കാരാണ് ഈ 6700 എന്നുള്ള ആൾക്കാർ. ബാക്കി ഇത്രയും എനിക്ക് പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സാണ്. അതിൽ തന്നെ പലരും ഇപ്പം ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടുമ്പോൾ പൊഴിഞ്ഞു പോകുന്നുണ്ട്. എനിക്കറിയത്തില്ല, അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. ഇനി അവർക്ക് വീഡിയോസ് ഇഷ്ടപ്പെടാനിട്ടാണോ അതോ പണ്ടത്തെ ആ ഒരു ലെവലിൽ നിന്ന് ഞാൻ മാറിയത് കൊണ്ടാണോ, എൻ്റെ സംസാര രീതികളും മാറിയത് കൊണ്ടാണോ എന്നെനിക്കറിയത്തില്ല. അത് നമ്മൾ സംസാര രീതികളും കാര്യങ്ങളും മാറുന്നത് വേറൊന്നും കൊണ്ടിട്ടല്ല. അന്ന് ഞാനെന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിരുന്ന വീഡിയോസിന് വ്യൂസ് വേണം. വ്യൂസ് ഇല്ലെങ്കിൽ എനിക്ക് കോൺഫിഡൻസ് ഇല്ലായിരുന്നു. എപ്പോഴും ഞാൻ YT സ്റ്റുഡിയോയിൽ കയറി ഇങ്ങനെ ഇരിക്കും, അയ്യോ എൻ്റെ ചാനലിന് വ്യൂസ് ഇല്ലല്ലോ, എൻ്റെ ചാനലിന് വ്യൂസ് ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ YT സ്റ്റുഡിയോയിൽ കയറി ഇരിക്കുന്ന ആളായിരുന്നു. ഇപ്പം ഞാൻ അങ്ങനെ നോക്കാറില്ല. ഞാൻ ഇപ്പോൾ ഒരു ദിവസം വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കമൻസ് ഉണ്ടെങ്കിൽ കമൻസിന് ഞാൻ റിപ്ലൈ കൊടുക്കും. അത് രാത്രിയിൽ ഞാൻ ടൈം കിട്ടുന്ന പോലെ ഞാൻ കമൻസിന് റിപ്ലൈ കൊടുക്കും. അല്ലെങ്കിൽ ഞാൻ ഇടുന്ന ടൈമിൽ തന്നെ വരുന്ന കമൻസ് ആണെങ്കിൽ അപ്പം തന്നെ റിപ്ലൈ കൊടുക്കും. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അടുത്ത ദിവസത്തേക്കുള്ള വീഡിയോ പിടിച്ച് വയ്ക്കും, അത് എഡിറ്റ് ചെയ്യുക. അങ്ങനത്തുള്ള കാര്യങ്ങളിലാണ് ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വലിയ ടെൻഷനും ഇല്ല, ഞാൻ ഹാപ്പിയുമാണ്. നമ്മളുടെ മൈൻഡ് ഹാപ്പി ആയിട്ടൊരു ജോലി ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ആക്കണം നമ്മൾ. കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ആക്കിയാൽ മാത്രമേ നമുക്ക് സ്ട്രെസ്സും പ്രഷറും ഇല്ലാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റും. നമ്മൾ ഹാപ്പി ആയിട്ടൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് നമ്മളുടെ മുഖത്തും നമ്മളുടെ സംസാരത്തിലും എല്ലാത്തിലും പ്രകടമാകും. അല്ലാതെ നമ്മൾ ഓരോ ദിവസം ചെല്ലുന്നതോറും സബ്സ്ക്രൈബേഴ്സ്, അതായത് വ്യൂസ് കുറയുന്നെന്നും പറഞ്ഞിട്ട് സങ്കടപ്പെട്ട് നമ്മൾ വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മളുടെ ചാനലിനെയും ബാധിക്കും, നമ്മളുടെ സംസാരത്തിനെയും ബാധിക്കും, എല്ലാത്തിനെയും ബാധിക്കും. അതൊന്നാമത്തെ കാര്യം. പിന്നെ അത്യാവശ്യം നിങ്ങൾ ഫോൺ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഞാൻ പറയത്തില്ല, ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. ഇപ്പം ഞാൻ എന്തൊക്കെയാണ് വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ മോളുടെ ഒരു മെഡിസിൻ ഉണ്ട് കോളിക്കേറ്റ് എന്ന് പറഞ്ഞിട്ട്, അതിൻ്റെ മേളിൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇന്നലെ ഞാൻ എന്തൊക്കെയാണ് വീഡിയോ എടുത്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ മേളിൽ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ നിങ്ങൾ ചേച്ചിക്ക് അത് ക്ലിക്ക് ആവുന്നുണ്ട്, അത് കാരണമല്ലേ പറയാം. അല്ല, അത്യാവശ്യം നമ്മൾ ഒരു ട്രൈപോഡ് വേണമെങ്കിൽ വളരെ വില കുറഞ്ഞ റേറ്റിംഗ് ഉള്ള ഒരു ട്രൈപോഡ് നിങ്ങൾ മേടിക്കുക. ബാക്കി എല്ലാത്തിൻ്റെയും പിന്നാലെ പോകരുത്. കാര്യം നല്ല റേറ്റാണ്, അത്യാവശ്യം എല്ലാ സാധനങ്ങൾക്കും നല്ല റേറ്റാണ്. കാശുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് തന്നെ മേടിക്കും. കാര്യം എന്ന് വെച്ചാൽ ക്ലാരിറ്റി ഉള്ള ക്യാമറയും ഇതുമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അപ്പോൾ ചിലർക്കത് ഓക്കെയാണ്. ചിലർക്ക് എന്നെപ്പോലുള്ള സാധാരണ വീട്ടമ്മമാരെ, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാരെ എനിക്കറിയാം, ഒരു 35 ആ ഒരു ഏജിലുള്ള ആൾക്കാരാണ്. അവർക്കാണെങ്കിൽ സാധാരണയായിട്ടുള്ള എന്നെ കണ്ടാൽ മതി, ബാക്ക്ഗ്രൗണ്ട് ഒന്നും അവർക്ക് പ്രശ്നമല്ല. അപ്പോൾ അങ്ങനെ നീങ്ങിപ്പോക്കോളും. പിന്നെ നിങ്ങളുടെ YT സ്റ്റുഡിയോയിൽ നിങ്ങൾക്ക് സജഷൻ വരും, നിങ്ങളുടെ വ്യൂവേഴ്സ് കാണുന്ന വീഡിയോസ് ഏതാണെന്ന്. അത് നോക്കിയിട്ട് നിങ്ങളുടെ വ്യൂവേഴ്സിന് ആ വീഡിയോസ് ആണെന്ന് ഇഷ്ടം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ആ വീഡിയോസ് പോലുള്ള, അതായത് ആ വീഡിയോസ് കണ്ടിട്ട് അതിനകത്ത് അതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എന്ത് ഇമ്പ്രൂവ്മെൻ്റാണ് നിങ്ങളുടെ വീഡിയോസിൽ വരുത്താൻ പറ്റുന്നതെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. നമ്മളുമൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. പിന്നീട് എല്ലാ സോഷ്യൽ മീഡിയാസിലും ആക്റ്റീവായിരിക്കുക. നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ സോഷ്യൽ മീഡിയാസിലും ആക്റ്റീവ് ആയിരിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. സൗണ്ടൊക്കെ ബാക്കിൽ തട്ടിന്നൊക്കെ വരുന്നതായിരുന്നു കേട്ടോ. നമ്മൾ ആക്റ്റീവ് ആയിരിക്കണം. ഇൻസ്റ്റ ആണെങ്കിൽ, ത്രെഡ് ആണെങ്കിലും, ഫേസ്ബുക്ക് ആണെങ്കിലും. ഫേസ്ബുക്കിൽ ഞാൻ എൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറില്ല. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ എനിക്ക് അറിയാൻ വയ്യാനിട്ട്. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത കാര്യമായി, ഞാനും കൂടെ അതിനകത്ത് അപ്ലോഡ് ചെയ്യും കേട്ടോ. ഇൻസ്റ്റയിൽ ഞാൻ ഇൻസ്റ്റയും എൻ്റെ ഫേസ്ബുക്കും കൂടെ ഞാൻ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അത് കാരണം ഞാൻ ഇൻസ്റ്റയിൽ ഇടുന്ന സ്റ്റോറീസ് എല്ലാം ഫേസ്ബുക്കിൽ ഡയറക്റ്റായിട്ട് ചെല്ലും, അല്ലാത്ത പക്ഷേ അത് പോകത്തില്ല. പിന്നെ ഇൻസ്റ്റയിലൊക്കെ കറക്റ്റായിട്ട് സ്റ്റോറീസ് ഇടുക. ഫേസ്ബുക്കിൽ സ്റ്റോറീസ് എല്ലാ ദിവസവും ഇടുക. നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ അപ്പോൾ ഉള്ളത് അപ്ഡേറ്റ് ചെയ്ത് ഇൻസ്റ്റയിലൊക്കെ ഇടുന്നവർക്ക് അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സ് കയറും. നമുക്ക് ഇൻസ്റ്റാ ത്രൂ നമുക്ക് യൂട്യൂബിലും, യൂട്യൂബ് ത്രൂ ഇൻസ്റ്റയിലും നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കയറ്റാൻ പറ്റും. അതൊരു വലിയൊരു സത്യമാണ് കേട്ടോ. ഫേസ്ബുക്കിലാണെങ്കിൽ നമ്മളെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് അതായത് നമ്മളെ യൂട്യൂബിൻ്റെ ലിങ്ക് ഫേസ്ബുക്കിൽ കൊടുക്കുകയാണെങ്കിൽ
അവിടുന്ന് നമുക്ക് നമ്മളുടെ ഫ്രണ്ട്സിനെയും അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാം. പിന്നീട് നിങ്ങളിപ്പോൾ ഒരു പെയ്ഡ്, ഞങ്ങൾക്ക് പണ്ടൊരു വാട്സപ്പ് ചാനൽ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നിങ്ങൾ 2 ലക്ഷം 3 ലക്ഷം അല്ലെങ്കിൽ 1 മില്യൺ ഒക്കെ കാണുന്ന സബ്സ്ക്രൈബേഴ്സിൽ ഏതെങ്കിലുമൊക്കെ ആൾക്കാരൊക്കെ അതായത് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ഉണ്ടായിരുന്നു. നമ്മൾ ചെയ്യുന്ന ഏർപ്പാടെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, വീഡിയോസ് നമ്മൾ കാണും. അവരിടുന്ന വീഡിയോസ് നമുക്ക് അപ്പോൾ തന്നെ ആ ഗ്രൂപ്പിൽ ലിങ്ക് അയക്കും, നമ്മളിരുന്ന് കാണും. പക്ഷേ എല്ലാ വീഡിയോസും ഇപ്പോൾ 100 പേരുടെ വീഡിയോസ് 100 വീഡിയോസ് വരുന്നു. നിങ്ങൾ 100 വീഡിയോസ് ഇരുന്ന് കാണാൻ ശ്രമിക്കും. ഞാൻ ചെയ്യത്തില്ല, ടു ബി ഹോണസ്റ്റ്, മറ്റുള്ളവരും ചെയ്യത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അത്രയ്ക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ, അതായത് നമ്മളുടെ ആ ഗ്രൂപ്പിൽ, നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പിലുണ്ടെങ്കിൽ തന്നെ എല്ലാവരുമായിട്ട് നമുക്ക് അത്ര വലിയ കണക്ഷൻ കാണത്തില്ല. വളരെ ചുരുക്കം പേരുമായിട്ടായിരിക്കും നമുക്ക് ഭയങ്കര കണക്ഷൻ ഉള്ളത്. അവരുടെ വീഡിയോസ് നമ്മൾ കാണുമായിരിക്കും. മറ്റുള്ള എല്ലാവരുടെയും വീഡിയോസ് കാണുമെന്ന് വെച്ചാൽ 100 പേരുടെ വീഡിയോസ് കാണാനുള്ള ഡേറ്റയും എല്ലാം ഒന്നും നമ്മളുടെ ഇല്ല. നമ്മൾ സാധാരണ രീതിയിലായിരിക്കും, ഞാനൊക്കെ ആണെങ്കിൽ സാധാരണ രീതിയിലുള്ള ഡേറ്റ പ്ലാനിങ് ആണ് ചെയ്തിട്ടിരിക്കുന്നത്. എക്സ്ട്രാ കൊടുത്ത് ഡേറ്റ ഒന്നും മേടിക്കാറില്ല. വൈഫൈ ഇല്ല എന്നെ സംബന്ധിച്ചാൽ, അതൊന്നുമില്ല. എൻ്റെ ഫോണിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ടാണ് ഞാൻ ദിവസം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ഈ പെയ്ഡ് ആയിട്ടുള്ളടത്ത് ചെന്ന് കയറി കഴിഞ്ഞാൽ ഉള്ള ഒരു കാര്യം ഞാൻ പറയാം. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. അവരുടെ ചാനലിൽ ചെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും, നിങ്ങളുടെ ചാനലിൽ വന്ന് അവർ കമൻറ്റ് ചെയ്യും. അതൊക്കെ സ്വാഭാവികമാണ്. എൻ്റെ ചാനലിലും പണ്ട് അങ്ങനത്തെ കമൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കമൻറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ കമൻറ്റ് ചെയ്യാൻ പറ്റുമോ വെച്ചാൽ വീഡിയോസ് എനിക്ക് ആവശ്യമുള്ള വീഡിയോസ് മാത്രമേ ഇപ്പം ഞാൻ കാണാറുള്ളൂ. എങ്ങനെ മോണിറ്റൈസേഷൻ ആക്കുക, എങ്ങനെ എഡിറ്റിങ്ങിൽ വ്യത്യാസം വരുത്തുക, അങ്ങനത്തെ ഉള്ള വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ. അതിൽ ഞാൻ പേരെടുത്ത് ഷിജോ എ എബ്രഹാം എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ വീഡിയോ ഞാൻ സ്ഥിരമായിട്ട് കാണാറുണ്ട്. വളരെ സത്യസന്ധമായൊരു മനുഷ്യനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ മില്യൺ വ്യൂസ് അങ്ങനെയൊന്നും ആ ചേട്ടൻ പറയുന്നത്. ആ ചേട്ടൻ പറയുന്ന കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ നമ്മളുടെ ചാനലിൽ വരുത്താം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് യൂട്യൂബ് മാറ്റങ്ങൾ പുതിയതായിട്ട് വരുത്തിയിട്ടുള്ളത്, അതനുസരിച്ചുള്ള കാര്യങ്ങളാണ് ആ ചേട്ടൻ പറയുന്നത്. അപ്പം നമുക്കത് എനിക്ക് സത്യസന്ധമായി തോന്നിയത് കാരണം ഞാൻ ആ ചാനലിൽ ഇപ്പോൾ റെഗുലറായിട്ട് ഫോളോ ചെയ്യാറുണ്ട്. എന്താ ചേട്ടൻ വീഡിയോസ് ഇട്ടാൽ ഞാൻ അപ്പോൾ പോയി കാണാറുണ്ട് കേട്ടോ. പക്ഷേ ലൈക്കും കമൻറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ അതൊന്നും ചെയ്തത് ഞാൻ കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് എൻ്റെ ചാനലിൽ അതൊക്കെ എങ്ങനെ മാറ്റം വരുത്താം, എൻ്റെ ചാനലിൽ അതെല്ലാം ഉണ്ടോ, അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടോ എന്നാണ് ആദ്യം നോക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയാസിലെല്ലാം നിങ്ങൾ മാക്സിമം ആക്റ്റീവ് ആവുക. പിന്നെ ആരും ഷോർട്സ് ഇതൊന്നും ഇട്ടിട്ട് തലേ കൈയും കൊടുത്ത് അയ്യോ എനിക്ക് വാച്ചിങ് അവേഴ്സ് ഇല്ല, വ്യൂസ് ഇല്ലെന്നും പറഞ്ഞ് നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കരുത്. നമ്മൾ എന്ത് ജോലി ചെയ്താലും സന്തോഷത്തോടെ ചെയ്താൽ മാത്രമേ നമുക്ക് അതിനകത്തൊരു തുടർന്ന് അത് ചെയ്യാനൊരു ഇൻസ്പിറേഷൻ വരത്തുള്ളൂ. അത് ഹ്യൂമൻ ബീങ്സിൻ്റെ എല്ലാം ഒരു ഇതാണ്. പിന്നെ അല്ലെങ്കിൽ നമ്മൾ പുറകിൽ നിന്ന് ഒരാൾ ഉന്തി ഒരു കാര്യം ചെയ്താൽ നമുക്ക് എങ്ങനെ ഇരിക്കും? അതിൽ നമുക്ക് വലിയ സന്തോഷം കാണും, എന്ന് സ്ട്രെസ്സായിരിക്കും. ഈ യൂട്യൂബ് എന്ന് പറയുന്നത് 24/7 അവേഴ്സും നമ്മൾ വർക്കിംഗ് ആണെങ്കിൽ മാത്രമേ യൂട്യൂബ് അങ്ങോട്ട് മുമ്പോട്ട് പോകത്തുള്ളൂ. ഇപ്പോൾ ചിലപ്പോൾ നമ്മളുടെ വീട്ടിൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്തായിരിക്കും നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. കാര്യം അപ്പോൾ നമ്മുടെ കയ്യിൽ എൻ്റെ കയ്യിൽ മൈക്കില്ല. അപ്പോൾ വോയിസ് ഓവർ ഞാൻ രാത്രിയിലാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ വേറെ ഡിസ്റ്റർബൻസും സൗണ്ടും ഒന്നും ഉണ്ടാകത്തില്ല. അപ്പം നല്ല രീതിയിൽ ക്ലാരിറ്റിയിൽ വരും. പിന്നെ വോളിയം നമുക്ക് കൂട്ടാനുള്ള ഓപ്ഷൻസൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ആപ്പുകളിലുണ്ട്. വാട്ടർമാർക്ക് മാറ്റാനുള്ളത് കൊണ്ട് നമ്മൾ അവരുടെ പരസ്യം കണ്ടാൽ മതി, നമുക്ക് വാട്ടർമാർക്കൊക്കെ മാറിക്കിട്ടും. ഞാൻ ഇൻഷോട്ടിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ക്യാൻവയിലോട്ട് മാറാൻ വേണ്ടിയിട്ട് ഞാൻ എഡിറ്റിംഗ് വീഡിയോസൊക്കെ യൂട്യൂബിൽ തന്നെയാണ് കാണുന്നത്. ഒന്നും ഞാൻ പെയ്ഡ് ആയിട്ട് പണ്ട് ചെയ്തിട്ടില്ല, ഇപ്പോഴും ഞാൻ ചെയ്യത്തില്ല. കാര്യം എന്ന് വെച്ചാൽ കാശ് കൊടുത്തിട്ടുള്ള ഒരു ഏർപ്പാടിന് ഞാൻ നിൽക്കുന്നില്ല. കാര്യം എൻ്റെ കയ്യിൽ ഏണിങ്സ് ഇല്ല. ഏണിങ്സ് വരുന്ന സമയമാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഫോണായാലും ഫോൺ അപ്ഡേറ്റ് ചെയ്യും, മൈക്കായാലും മൈക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യത്തില്ലെന്ന് വെച്ചാൽ ചെയ്യും. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വരുന്നതിനനുസരിച്ചായിരിക്കും നമ്മൾ ഓരോ പുരോഗമനത്തേക്ക് നമ്മളുടെ വീഡിയോസ് എത്തിക്കണം, ഇന്നത്തോട്ട് പോകണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഉയർന്നു വരുന്നത്. ഇപ്പം ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചാനലിലെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എവിടെയും കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ വീഡിയോസ് കൺസിസ്റ്റൻ്റായിട്ട് എടുക്കുക. ഷോർട്സിലാണ് നിങ്ങൾക്ക് പോകുന്നതെങ്കിൽ ഷോർട്സ് ഇടുക. നിങ്ങളുടെ വീഡിയോസിന് അത്യാവശ്യം എന്ന് വെച്ചാൽ നിങ്ങൾ വെളിയിൽ വെച്ച് വീഡിയോസ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നല്ലതായിട്ട് നമുക്ക്, അതായത് നാച്ചുറൽ ലൈറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റും. ഇപ്പോൾ കിച്ചൺ വീഡിയോസ് ആണെങ്കിലും അത്യാവശ്യം നമ്മൾ അടുക്കള കഥയൊക്കെ തുറന്നിടുകയാണെങ്കിൽ ആ ഭാഗത്തുള്ള ജനലും കാര്യങ്ങളൊക്കെ തുറന്നിടുകയാണെങ്കിൽ അത്യാവശ്യം വെട്ടം നമുക്ക് കിട്ടും, വ്യൂവേഴ്സ് ഇരുന്ന് കാണും. ഒരുപാട് ഇപ്പോൾ നിങ്ങളുടെ, ഞാൻ പറഞ്ഞില്ലേ, YT സ്റ്റുഡിയോയിൽ ചെന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കണം നിങ്ങളുടെ വ്യൂവേഴ്സ് ഏത് വീഡിയോസിനാണ് കൂടുതലായിട്ട് അവർ പോകുന്നതെന്ന്. ആ ടൈപ്പ് വീഡിയോസ് ചെയ്യാൻ നോക്കണം. ഞാൻ ഇന്ന വീഡിയോസ് മാത്രം ചെയ്ത് ഫേമസ് ആകത്തുള്ളൂ എന്നും പറഞ്ഞൊന്നും വാശി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാ ടൈപ്പ് വീഡിയോയും ചെയ്താലും നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇന്ന ടൈപ്പ് എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ, ഇപ്പോൾ കറണ്ട് അഫയേഴ്സായിട്ട് മെയിനായിട്ട് 10 സബ്സ്ക്രൈബറേ ഉള്ളൂ, മതി. ഇപ്പോൾ കറണ്ട് അഫെയറായിട്ട് എന്ത് പ്രശ്നമാണ് ഓടുന്നത്, ആ പ്രശ്നത്തെ നിങ്ങൾ എടുത്തിട്ട് നിങ്ങളുടെ രീതിയിൽ സംസാരിക്കും.
നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടും, നിങ്ങൾക്ക് വ്യൂസും കൂടും, സ്വാഭാവികമാണ്. ഏത് കാര്യമായാലും അങ്ങനെയാണ്. നമ്മളുടെ യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും എന്തോത്തിലായാലും കറണ്ട് അഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എടുത്തിടുക, നിങ്ങൾ സംസാരിക്കുക. നിങ്ങൾ ബ്യൂട്ടി ബ്ലോഗേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം പറയാമല്ലോ. അഭിപ്രായം പറയുന്നതിന് ഞാൻ ബ്യൂട്ടി ബ്ലോഗറാണ്, ഞാൻ ഇനി ആ ഒരു സ്റ്റാൻഡിൽ നിൽക്കത്തോളൂ എന്നൊന്നുമില്ലല്ലോ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ സത്യസന്ധമായ രീതിയിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. അതങ്ങനെയാണ്. നിങ്ങൾ സ്വാഭാവികമായിട്ട് കറണ്ട് അഫെയർസിനാണ് റീച്ച് കൂടുന്നത്, കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള ഇതിനൊക്കെ തന്നെ റീച്ച് കിട്ടുന്നത് കേട്ടോ. സത്യസന്ധമായിട്ട് ഞാൻ പറയാം, അതിനൊക്കെ തന്നെ റീച്ച് ഇപ്പോൾ ഉള്ളത്. പിന്നീട് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ സത്യസന്ധമായിട്ടൊരു വീഡിയോ എല്ലാ ദിവസവും ഇടുക. സത്യസന്ധമായ ഒരു വീഡിയോ എല്ലാ ദിവസവും ഇടുക എന്ന് വെച്ചാൽ എല്ലാ ദിവസവും നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടുക. അതിൽ നിങ്ങൾക്ക് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഫാക്ടർ വേണം. മെയിനായിട്ട് തംബ്നെയിൽസാണ് ആൾക്കാരെ നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റിയൊരു സംഗതി. അതിൽ നിങ്ങൾക്ക് ക്യാൻവയ്ക്കകത്ത് എഡിറ്റ് ചെയ്യാം. ക്യാൻവയ്ക്കകത്ത് തംബ്നെയിൽ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ രീതികളൊക്കെ യൂട്യൂബിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ രീതിയൊക്കെ നിങ്ങൾക്ക് നോക്കി ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് എനിക്ക് എന്ത് എക്സ്പീരിയൻസ് വെച്ച് ഞാൻ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ 2019 എനിക്ക് 2ാമത്തെ മാസത്തിൽ ഞാൻ മോണിറ്റൈസേഷൻ ആയ ആളാണ്. അപ്പോൾ അന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ ഒന്നും ഇല്ലായിരുന്നു, അതാണ് സത്യം. ഒന്നും ഇല്ലാത്തൊരു വീഡിയോ ആണ് അന്ന് പോയത്. അതിൽ ആൾക്കാർ കൂടുതൽ ശ്രദ്ധിച്ചത് എൻ്റെ സംസാരവും എൻ്റെ ഇന്നസെൻസുമാണ്. അപ്പം അതിലാണ് ആൾക്കാർക്ക് 2 വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു. ആ ഇന്നസെൻസിനെ ക്രിറ്റിസൈസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു, അല്ലാതെ സപ്പോർട്ട് ചെയ്ത് ചേച്ചി ഇനിയും വീഡിയോസ് ഇടണം എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. 2 വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരു കമൻറ്റ് ഏത് സോഷ്യൽ മീഡിയയിലായാലും നിങ്ങൾക്ക് കമൻറ്റ് വന്നാൽ നിങ്ങൾ റിപ്ലൈ കൊടുക്കുക. കാര്യം അതപ്പോൾ ഒരു കമൻറ്റ് എന്നുള്ളത് ഒരാളിട്ടത് 2 പേരെ റിപ്ലൈ കൂടെ ആകുമ്പോൾ 2 കമൻറ്റ് എന്നൊരു രീതിയിലാവും. പിന്നെ ഇടയ്ക്കും മുറയ്ക്കും ഒന്ന് ലൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കുത്തി കൊടുക്കുക. ഇടയ്ക്കും മുറയ്ക്കും, എപ്പോഴും അല്ല, ഇടയ്ക്കും മുറയ്ക്കൊക്കെയാണ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ ഒരു ടെക്നിക്കാണ്. കമൻറ്റ് വരുന്നത് പണ്ടൊന്നും ഞാൻ എൻ്റെ കമൻറ്റ് വരുന്നതിനൊന്നും ഞാൻ എല്ലാത്തിനും ഒന്നും റിപ്ലൈ കൊടുക്കത്തില്ല, വളരെ ചുരുക്കമൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ ഏത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും എനിക്കൊരു കമൻറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാറുണ്ട്. പിന്നെ പറഞ്ഞില്ല, ഹോണസ്റ്റ് ആയിരിക്കും. ആളുകൾക്ക് നമ്മളെ വിശ്വാസം തോന്നണം. നമ്മളുടെ ഒരു വീഡിയോ കയറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ സ്ഥിരമായിട്ട് വീഡിയോ ഇടുക എന്ന് വെച്ചാൽ അടുപ്പിച്ച് വീഡിയോ ഇട്ടങ്ങ് പോവുക. വാച്ചിങ് അവേഴ്സ് അങ്ങനെയൊക്കെ കൂട്ടാൻ പറ്റത്തുള്ളൂ. പിന്നെ കമ്മ്യൂണിറ്റി ടാബ് നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനാണെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് വേണം, ഫ്രണ്ട്സൊക്കെ എഡിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരെയൊക്കെ ഹെൽപ്പ് ചോദിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല കേട്ടോ. ആരുടെ വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ അത്യാവശ്യം എൻ്റെ തംബ്നെയിലിന് ഹെൽപ്പ് ചോദിക്കാറുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ബഡ്ഡിങ് യൂട്യൂബർ എന്നാണ്, പുള്ളിക്കാരത്തി നന്നായിട്ട് വീഡിയോ ഒക്കെ ചെയ്യും കേട്ടോ. അവളോട് ഞാൻ ചോദിച്ച് മേടിക്കാറുണ്ട് തംബ്നെയിലൊക്കെ. ഇപ്പം ഞാൻ പക്ഷേ സ്വന്തമായിട്ട് തന്നെ അങ്ങ് തംബ്നെയിൽ ചെയ്യും. അവൾക്ക് കുട്ടിയുണ്ട് കേട്ടോ, അപ്പം നോക്കാനൊക്കെ സമയം വേണമല്ലോ. അത് കാരണം ഞാനിപ്പോൾ സ്വന്തമായിട്ട് തന്നെയാണ് തംബ്നെയിലൊക്കെ ചെയ്യുന്നത്. പണ്ട് ഞാൻ സ്വന്തമായിട്ട് തന്നെയായിരുന്നു തംബ്നെയിൽ ഇതുകൊണ്ടിരുന്നത്. ആദ്യം എനിക്കത് കെൻമാസ്റ്റർ അങ്ങനെ അതിലെന്തോആണ് ഞാൻ ആദ്യം തംബ്നെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് എനിക്കൊരു യൂട്യൂബർ പറഞ്ഞു തന്ന് ക്യാൻവയ്ക്കകത്ത് ചെയ്യാൻ. ആ ടൈമിൽ ഞാൻ പിന്നെ ക്യാൻവയ്ക്കകത്തോട്ട് മാറി. പിന്നീട് ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒന്നിൽ നിങ്ങൾ കാശ് കൊണ്ടൊന്ന് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യരുത്. നമ്മൾ ഒരു ബിസിനസ് ആയാലും എന്ത് ചെയ്യാനാണെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കതൊരു പ്രോഫിറ്റ് ഉണ്ടാവും. ആ പ്രോഫിറ്റ് പിന്നെ ഇട്ടാണ് നമ്മൾ ആ ഒരു ബിസിനസ് പുരോഗമിപ്പിച്ചെടുക്കുന്നത്. ഈ ഒരു യൂട്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏണിങ്സ് കിട്ടും. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇതിൽ വീഡിയോസ് ഇടാം. അതാണ് ഒരു ഏറ്റവും വലിയൊരു സംഭവം. നമ്മളൊന്നും അങ്ങോട്ട് പേ ചെയ്യേണ്ട, നമുക്ക് വീഡിയോസ് ഇടാം. വീഡിയോസ് ഇട്ട് റീച്ച് ആയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് നമുക്ക് ഏണിങ്സ് കിട്ടി തുടങ്ങും. അതിന് മുമ്പായിട്ട് നമ്മൾ ഇതിനകത്ത് ഒരുപാട് കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യരുത്. നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു ഒറ്റ ഫോൺ മതി. അത്യാവശ്യം ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെച്ച് നിങ്ങൾ ഫോണിൽ വീഡിയോസ് എടുക്കുക. അത് അത്യാവശ്യം നിങ്ങൾ റീച്ച് ആക്കാൻ ശ്രമിക്കുക. നിങ്ങൾ തന്നെ, അതായത് നിങ്ങളുടെ കമ്മ്യൂണിറ്റി ടാബിൽ നിങ്ങൾ ആദ്യം ഇടുക. അതുപോലെ തന്നെ ഇൻസ്റ്റ ഉണ്ടെങ്കിൽ ഇൻസ്റ്റ അക്കൗണ്ടിൽ ഇടുക. വാട്സപ്പ് വഴി എത്രത്തോളം ഫ്രണ്ട്സിനോട്ടും എത്തിക്കാമെന്ന് വെച്ചാൽ അത്രത്തോളം ഫ്രണ്ട്സിന് എത്തിക്കുക. പക്ഷേ വാട്സപ്പ് ടു ബി ഹോണസ്റ്റ് ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആരും എൻ്റെ വീഡിയോസ് കാണാറില്ല. പിന്നെ ഞാൻ അവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ അവരാകെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഒരു ലൈക്ക് ഇട്ടിട്ട് അതിൻ്റെ തൊട്ട് താഴെ ഒരു കമൻറ്റ് ഇട്ടേക്കും. വീഡിയോസ് ഇരുന്ന് വാച്ചിങ് അവേഴ്സിൽ ഇരുന്ന് ആരും കാണാറില്ല. അതിപ്പോൾ എനിക്കറിയാം. കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ വീട്ടിലുള്ളവരാരും നമ്മളുടെ വീഡിയോസ് കാണത്തില്ല. പിന്നെ ആ ഒരു ലിങ്ക് വഴി നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ പറ്റും. നമ്മളുടെ വാട്സപ്പിൽ നമ്മൾ അവിടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം എൻ്റെ ചാനലാണെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും അയക്കുമ്പോൾ അത്രയും സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കൂടും. പിന്നെ കാണുന്ന ആൾക്കാരെ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഇത് വെച്ചിട്ട് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് 1000 സബ്സ്ക്രൈബേഴ്സ് എത്തിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ പെട്ടെന്നൊന്നും 1000 സബ്സ്ക്രൈബേഴ്സ് ഒന്നും എത്തത്തില്ല. ഇപ്പം നമ്മളുടെ വീടിൻ്റെ അടുത്ത് ചുറ്റുവട്ടത്തായാലും ഒരു 19 പേരെ കൊണ്ടൊക്കെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാൻ പറ്റുമായിരിക്കും. ഇപ്പം ചന്ത പോകുമ്പോഴായാലും ഇങ്ങോട്ട് പോകുമ്പോഴായാലും അങ്ങോട്ട് പോകുമ്പോഴായാലും ഒക്കെ കാണുന്നവരുടെ അടുത്ത് പറഞ്ഞിട്ടൊക്കെ നമുക്ക് ഒരു
300 അതിൽ കൂടുതൽ ആൾക്കാർ നമുക്കറിയാൻ പറ്റുമോ? അത്രയൊക്കെ സബ്സ്ക്രൈബേഴ്സിനെ അങ്ങനെയൊക്കെ ഒപ്പിക്കാൻ പറ്റത്തുള്ളൂ. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കളിയാണ്. പിന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ യൂട്യൂബിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. കാര്യം ഇപ്പം ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അങ്ങനെയുള്ള ഒന്നും ഞാനിപ്പം നോക്കാറില്ല. വേറൊന്നും കൊണ്ടല്ല നോക്കാറില്ല കേട്ടോ, അതുകൊണ്ടാണ്. ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. അല്ലാതെ അഹങ്കാരം കൊണ്ടിട്ടൊന്നുമല്ലേ കേട്ടോ. എനിക്ക് അതിനുള്ള കാര്യം കുട്ടികളുടെ വാട്സപ്പിൽ നിന്ന് സ്കൂളിൽ നിന്ന് ഉള്ള മെസ്സേജസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് തന്നെ നമുക്ക് ഓൾറെഡി സ്റ്റോറേജ് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്, അതുകൊണ്ടാണ്. പിന്നീട് ഇനിയിപ്പോൾ എത്ര വാട്സപ്പിൽ നമ്മൾ കയറി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞാലും നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് എങ്ങനെ തോന്നും, ഇതിലും ഭേദം എൻ്റെ വീഡിയോ ആയിരുന്നു, ഇത്രയും മെനക്കെട്ടിരുന്ന് കാണേണ്ട ആവശ്യമുണ്ടോ? പിന്നെ ആകെ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് പോവും. ആ ഒരു വീഡിയോയുടെ എത്ര അവേഴ്സ് ആണെന്ന് വെച്ചാൽ അവർ സ്കിപ്പ് ചെയ്യാതെ ആ ഒരു വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് പോവും. പിന്നെ ലൈക്കും ചെയ്യും, കമൻറ്റും ചെയ്യും. എൻ്റെ പണ്ടത്തെ വീഡിയോസിലൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കമൻസും ലൈക്കും എല്ലാം ഉണ്ട് കേട്ടോ. അവരൊക്കെ ഇപ്പോൾ വലിയ വലിയ യൂട്യൂബേഴ്സ് ആയിട്ടുണ്ട്. ഞാനിന്ന് നിങ്ങളെപ്പോലെ കുഞ്ഞു യൂട്യൂബറാണ്. നിങ്ങളെപ്പോലെ നല്ല അങ്ങനെയാണ് എല്ലാവരും വരുന്നത്. എല്ലാവരും പിച്ചാച്ചാണ് യൂട്യൂബിൽ കൂടെ വരുന്നത്. അല്ല ഒറ്റയടിക്കൊന്നും ആർക്കൊന്ന് കയറി അങ്ങ് പോകാൻ പറ്റുന്ന ഒരു സാധനമല്ല യൂട്യൂബ്. ആളുകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയാൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരത്തില്ല. നിങ്ങളുടെ വീഡിയോസ് എല്ലാം റീച്ചാവും. നിങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് സ്ട്രെസ്സും പ്രഷറും കൊടുത്ത് നിങ്ങളുടെ ദിവസേന ഇടുന്ന വീഡിയോസിനെ കാഠിന്യമാക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്. നമ്മളൊരു കാര്യം ഇഷ്ടപ്പെട്ട് ചെയ്തു തുടങ്ങുക. എപ്പോഴും കയറി അതിനകത്ത് ഇത്ര ആയോ എന്ന് നോക്കാതെ ദിവസേന അതിനകത്ത് എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ പറ്റുമോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങളുടെ ചാനൽ തീർച്ചയായിട്ടും റീച്ചിൽ തന്നെ എത്തും. ഇന്ന് റീച്ചിലെത്തിയ എല്ലാ ചാനലും നിങ്ങളെപ്പോലൊക്കെ തന്നെ പതുക്കെ വന്ന ആൾക്കാരായിരിക്കും. നമുക്ക് ഒരുപാട് സമയമുണ്ട്, 365 ദിവസമുണ്ട്. അതിനിടയ്ക്ക് നമുക്ക് ഇഷ്ടംപോലെ വീഡിയോസ് ചെയ്യുമ്പോൾ ഇച്ചിരി നല്ല കണ്ടൻറ്റ് നോക്കി നിങ്ങൾ ചെയ്യണമെന്നേ ഉള്ളൂ. കറണ്ട് അഫെയർസ് ഉള്ള അങ്ങനത്തെ ഉള്ള കണ്ടൻറ്റ് ആണെങ്കിൽ അത് കറൻ്റ്ലി എന്താണോ റീച്ച് പോകുന്ന വീഡിയോ അതിനനുസരിച്ച് വീഡിയോസ് ചെയ്താൽ നിങ്ങൾക്ക് റീച്ച് ഉണ്ടാവും. അതിലൊന്നും ഒരു മാറ്റവും ഇല്ല. എല്ലാ യൂട്യൂബേഴ്സും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഈവൻ ഞാൻ പോലും ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ബ്യൂട്ടി വ്ളോഗറാണെന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ച് അത് മാത്രം ചെയ്യത്തോളൊന്നുമില്ല. എന്ത് കറണ്ട് അഫെയർസ് ഉണ്ട് ഇപ്പോൾ ഈ അതുപോലൊക്കെയുള്ള മരണങ്ങളും കാര്യം അതൊക്കെ ചെയ്താലും ആൾക്കാർ കാണാനുണ്ട്. ആൾക്കാർക്ക് താല്പര്യമാണ് ആ വിഷയങ്ങളെക്കുറിച്ച് അറിയാനും നമ്മളുടെ അഭിപ്രായങ്ങൾ അറിയാനും ഒക്കെ ആൾക്കാർക്ക് ആഗ്രഹമാണ്. അങ്ങനത്തെ ഉള്ള വീഡിയോസും നിങ്ങൾക്ക് പോയി കിട്ടും. എന്ന് വെച്ചാൽ വീഡിയോസ് പോവും. പിന്നെ YT സ്റ്റുഡിയോയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയൊക്കെയാണ് വീഡിയോസ് പോകുന്നത്. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് പോവുമായിരിക്കും. പക്ഷെ 4000 hours എത്തിക്കുക ഒരുപാട് ബുദ്ധിമുട്ടാണ്. പിന്നെ വീഡിയോസ് കാശ് കൊടുത്ത് 4000 hours ഒക്കെ എത്തിക്കുന്ന ഇതൊക്കെ പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ യൂട്യൂബർ കണ്ടുപിടിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണകളൊന്നുമില്ല. എൻ്റെ ചാനൽ എങ്ങനെയാണ് റീച്ച് ആയതെന്ന് വെച്ചാൽ ഈ ഒരു ഹാക്ക് വീഡിയോ കൊണ്ടാണ് എനിക്ക് ആ ഒരു 2019 എൻ്റെ ചാനൽ റീച്ച് ആയത്, മോണിറ്റൈസേഷൻ കിട്ടിയതും ഒക്കെ കേട്ടോ. അതിൽ ഒരായാസം ഇല്ലാത്തൊരു വീഡിയോ. ചില സമയത്ത് നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ചെയ്താലും ഒരു വീഡിയോ റീച്ച് ആവണമെന്നില്ല. ഒരു കഷ്ടപ്പാടും ഇല്ലാത്തൊരു വീഡിയോ ആണ് അന്ന് റീച്ചായി പോയത്. അതെന്താണെന്ന് എനിക്കും ഇപ്പോൾ അറിയത്തില്ല. കാര്യം ആൾക്കാർക്ക് ചിലപ്പോൾ സംസാരത്തിൽ എന്തെങ്കിലും ഒരു ഇന്നസെൻസ് തോന്നിയിട്ടാവാം അവരൊന്ന് എന്നെ പ്രോത്സാഹിപ്പിച്ചത്. പക്ഷെ ഞാൻ സ്ഥിരമായിട്ട് പിന്നീട് വീഡിയോസ് ഇടാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർ കാണുന്നുണ്ടായിരുന്നു. ഇല്ല എന്നല്ല, ആൾക്കാർ കാണുന്നുണ്ടായിരുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇപ്പം എന്താ വരാത്തതെന്ന് വെച്ചാൽ അന്നത്തെ ഞാൻ വേറെ നിഷ്കളങ്കമായ ഞാനായിരുന്നു. ഇന്നത്തെ ഞാനൊരു 6-7 വർഷത്തെ ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ട്. അതിനനുസരിച്ചുള്ള ഇത് എനിക്ക് വന്നു. അപ്പോൾ ഈ വീഡിയോയും കൂടെ കാണുന്നവർ വിചാരിക്കാൻ ഇവർക്ക് ഇതെന്തോ പറ്റി എന്നേ നിങ്ങൾ വിചാരിക്കത്തുള്ളൂ. പക്ഷെ നമ്മുടെ ലൈഫിൽ വരുന്ന ചേഞ്ചസും കാര്യങ്ങളും കൊണ്ട് നമുക്ക് കോൺഫിഡൻറ്റ് കൂടും. യൂട്യൂബിൽ എനിക്ക് കോൺഫിഡൻറ്റ് കൂടിയെന്നല്ല പറയുന്നത്. പക്ഷെ ഞാനെന്നും ഇങ്ങനെ YT സ്റ്റുഡിയോ നോക്കാത്തത് കാരണം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ എൻ്റെ മനസ്സിലൊരു ഉറപ്പുണ്ട്, എനിക്കൊരു ഉറപ്പുണ്ട്, ഞാൻ മുമ്പോട്ട് പോകും എന്നൊരു ഉറപ്പുണ്ടായത് കാരണമാണ് ഈ വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ ആരും ചെന്ന് ചതിക്കുഴിയിലൊന്നും വീഴാതിരിക്കുക. മാക്സിമം ഹാർഡ് വർക്ക് ചെയ്ത് എന്നായാലും നമുക്കൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇത്രയും ദിവസം ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് വരും ഒന്നും നിങ്ങൾ വിഷമിക്കേണ്ട. YT സ്റ്റുഡിയോയിൽ കിടന്ന് ഇന്നും നിങ്ങൾ നോക്കിയൊന്നും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ഒരു ദിവസം വരെ കാര്യം എന്ന് വെച്ചാൽ ലക്ക് ഫാക്ടർ യൂട്യൂബിൽ വലിയൊരു സംഭവമാണ്. അല്ലാതൊന്നും എല്ലാവർക്കും ഒന്നും എത്തിപ്പെടാൻ പറ്റത്തില്ല. ഇനി എന്തൊക്കെ ട്രിക്കും ടിപ്പും ഒക്കെ ആണെങ്കിലും ഞാൻ കാണുന്നൊരു ചാനൽ ഷിജോ എ എബ്രഹാം എന്ന് പറയുന്ന ചേട്ടൻ്റെ ചാനൽ. ആ ചേട്ടൻ പക്കയാണ് കേട്ടോ. എന്തിനെക്കുറിച്ചും കൃത്യമായിട്ട് കാര്യങ്ങൾ പറയും. നമുക്ക് ഏതാണോ ആവശ്യം അതെല്ലാം വീഡിയോസും ഉണ്ട്, നിങ്ങൾ കയറി നോക്കി നോക്കും. കാര്യം ഞാൻ ആ ചാനൽ കണ്ടിട്ട് എൻ്റെ ചാനലിൽ എന്തെങ്കിലുമൊക്കെ പുരോഗമനങ്ങൾ ഞാൻ ഇപ്പോൾ വരുത്തി തുടങ്ങുന്നത്. അപ്പോൾ നല്ല ഹോണസ്റ്റ് ആയിട്ടുള്ളൊരു ചാനലാണ് കേട്ടോ. അപ്പോൾ ഇത്ര നേരം കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. പറഞ്ഞാൽ